താഴെ വീണ പൊൻവെളിച്ചം. പുറത്ത് നല്ല നിലാവിൻ്റെ വെളിച്ചമുണ്ട്. ജനാലയ്ക്കരികത്തായി ഇട്ടിരുന്ന മേശയിൽ പടം വരയ്ക്കുന്ന കളർ പെൻസിലുകളും ബുക്കുമൊക്കെ നിരന്നു കിടപ്പുണ്ട്. ബുക്കിൽ പകുതി വരച്ചു നിർത്തിയ ഒരു പടവും. പതിവ് തെറ്റിക്കാതെ എല്ലാ ദിവസത്തെയും പോലെ പടം വരയ്ക്കാൻ ഇരുന്നതാണ് മില്ലി. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് രാത്രിയിൽ ജനാലയ്ക്കരികിൽ നിന്ന് ഇങ്ങനെ പടം വരയ്ക്കാനിരിക്കുന്നതും ഇടയ്ക്ക് അതൊക്കെ മാറ്റിവെച്ച് രാത്രിയിലെ നിലാവിൻ്റെ സൗന്ദര്യവും ആകാശത്തെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രവുമെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുന്നതും. എല്ലാ ദിവസത്തെയും പോലെയല്ല, ഇന്ന് ചന്ദ്രൻ്റെ വെളിച്ചം കുറച്ച് കൂടുതലുള്ളതുപോലെ. നീലയും മഞ്ഞയും കലർന്ന നല്ല ശോഭയുള്ള വെളിച്ചം അവിടുത്തെ ഇലകളിലും പൂക്കളിലും തട്ടി പരന്നു കിടന്നു. ഓരോന്നും ആലോചിച്ചിങ്ങനെ ആകാശത്തെ ചന്ദ്രനെ നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്നതാ ചന്ദ്രന്റെ ഒരു കഷ്ണം അടർന്ന് പതിയെ താഴേക്ക് വീഴാൻ പോകുന്നു. മില്ലി അത്ഭുതത്തോടെ തൻ്റെ കണ്ണുകളെ തിരുമ്മി അടച്ച് വീണ്ടും അത് നോക്കി. അപ്പോഴതാ അടർന്ന ആ ചന്ദ്രന്റെ കഷ്ണം താഴേക്ക് വീഴുന്നു. മില്ലിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവൾ അത് കണ്ടതും ആ ചന്ദ്രന്റെ അടർന്നു വീഴുന്ന കഷ്ണം ലക്ഷ്യമാക്കി മുറ്റത്തെ വഴിയിലൂടെ ഓടി. തൻ്റെ മുൻപിലായി കൂടി വരുന്ന വെളിച്ചം അവൾക്കു കാണാമായിരുന്നു. കുറച്ചു ദൂരം ഓടി ചെന്നപ്പോഴേക്കും തിളങ്ങുന്ന ആ ചന്ദ്രന്റെ കഷ്ണം നിലത്തു വീണിരുന്നു. സന്തോഷവും ആകാംക്ഷയും അടക്കി പിടിച്ച് അവൾ ആ ചന്ദ്രകഷ്ണത്തെ പതിയെ കയ്യിലെടുത്തു. തൻ്റെ കൈവെള്ളയിലിരിക്കുന്ന തിളങ്ങുന്ന ഈ അത്ഭുതം ചന്ദ്രനാണെന്നുള്ള സത്യം അവൾക്ക് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അതിൽ നിന്നും ആരോ മന്ത്രിക്കും പോലെ ശബ്ദം. എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ. എന്തോ അദൃശ്യ ശക്തിയാൽ കൈവെള്ളയിൽ നിന്നും ആ കഷ്ണം ഉയർന്നു തുടങ്ങി. അതു കണ്ട മില്ലി പെട്ടെന്നതിനെ കയ്യിലിറുക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വീട്ടിലെത്തി തൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന പെട്ടി തുറന്ന് എന്നിട്ട് ചന്ദ്രന്റെ കഷ്ണം അവൾ ആ പെട്ടിയുടെ അകത്തേക്ക് എടുത്തു വെച്ചു. കുറെ നേരം അവൾ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. അപ്പോഴും എന്തോ മന്ത്രിക്കും പോലെ ശബ്ദം അവൾക്ക് കേൾക്കാമായിരുന്നു. ഇതേതായാലും ഞാൻ വിട്ടുകളയുകയില്ല. ചന്ദ്രനെ ഇനി എനിക്കെന്നും കാണാമല്ലോ. അവൾ ആ പെട്ടി അടച്ചു വെച്ചിട്ട് ജനാലക്കരികിലേക്ക് പോയി ആകാശത്തെ ചന്ദ്രനെ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അടർന്നിരിക്കുന്നത് അവൾ കണ്ടു. പഴയതിനേക്കാളും ശോഭ മങ്ങിയിരിക്കുന്ന ചന്ദ്രനെ അവൾ ശ്രദ്ധിച്ചു. ഒരു ഭാഗം അടർന്നു താഴെ വീണപ്പോൾ അതിൻ്റെ തിളക്കം കുറഞ്ഞ് മങ്ങിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ ഓരോന്നും ആലോചിച്ച് ആകാശത്തേക്കും നോക്കിയിരുന്ന് അവൾ എപ്പോഴും ഉറങ്ങിപ്പോയി. ജനാലയിൽ കൂടി സൂര്യൻ്റെ വെളിച്ചം കണ്ണിലേക്ക് വീണപ്പോഴാണ് നേരം വെളുത്തെന്ന് അവൾ മനസ്സിലാക്കിയത്. കണ്ണു തുറന്നപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. അവൾ ഓടിപ്പോയി ആ പെട്ടി തുറന്നു നോക്കി. താൻ ഇന്നലെ എടുത്തു വെച്ച ചന്ദ്രകഷ്ണം അവൾ ആ പെട്ടിയിൽ കണ്ടു. ചന്ദ്രന്റെ ശോഭ ആ മുറിയിൽ ആകെ പരന്നു. അതിന് പോകാൻ ആഗ്രഹമുള്ളതുപോലെ മെല്ലെ പെട്ടിയിൽ നിന്നും ഉയർന്നു തുടങ്ങിയപ്പോഴേക്കും അവൾ ആ പെട്ടി പെട്ടെന്ന് അടച്ചു വെച്ചു. അങ്ങനെ അന്നു രാത്രിയായി. പതിവ് പോലെ ജനാലക്കരയിൽ പോയി അവൾ പടം വരച്ചുകൊണ്ടിരുന്നു. ചന്ദ്രകഷ്ണവുമായി നിൽക്കുന്ന മില്ലിയെയാണ് അന്നവൾ വരച്ചത്. പടം വരയ്ക്കുന്നതിനിടയിൽ അവൾ ജനാലയിലൂടെ ആകാശത്തേക്ക് നോക്കി. ചന്ദ്രൻ വീണ്ടും മങ്ങിയിരിക്കുന്നു. വെളിച്ചം ഇന്നലത്തേതിനേക്കാളും കുറഞ്ഞു. പൊട്ടിവീണ ആ ചന്ദ്രകഷ്ണമാണ് അതിനു കാരണമെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ചന്ദ്രകഷ്ണം ഇരിക്കുന്ന ആ പെട്ടി തുറന്നു. ശോഭ പരത്തിക്കൊണ്ട് പെട്ടിക്കുള്ളിൽ നിന്നും അത് മെല്ലെ ഉയർന്നു. തനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചന്ദ്രനാണ് ഇന്നലെ എനിക്ക് വീണു കിട്ടിയത്. പക്ഷേ അതുമൂലം യഥാർത്ഥ ചന്ദ്രന്റെ ശോഭ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ എന്നും കാണാനായി ഈ പെട്ടിയിൽ തന്നെ അടച്ചു വെക്കാം. എന്നാൽ ഈ ഭൂമിയിൽ മുഴുവൻ പ്രകാശം പരത്തുന്ന ചന്ദ്രന്റെ കാര്യം എന്താവുമെന്നറിയില്ല. കുറച്ചു സമയത്തെ ആലോചനയ്ക്ക് ശേഷം മില്ലി പെട്ടിക്കുള്ളിലെ ചന്ദ്രകഷ്ണത്തെ എടുത്ത് വീടിന് പുറത്തേക്കിറങ്ങി. കൈക്കുള്ളിൽ ചന്ദ്രകഷ്ണം പിടിച്ച് അവൾ മെല്ലെ കൈകൾ ഉയർത്തി. അവൾ നോക്കി നിൽക്കെ അത് മെല്ലെ ഉയർന്നു തുടങ്ങി. മുറിഞ്ഞുപോയ ചന്ദ്രന്റെ ഭാഗത്ത് ചന്ദ്രകഷ്ണം ചെന്ന് ഒട്ടിപ്പിടിച്ചു. പഴയതിലും ശോഭയോടെ ചന്ദ്രൻ പ്രകാശിക്കാനും തുടങ്ങി. കുറച്ചു സമയം അവൾ ആ ചന്ദ്രനെ നോക്കി നിന്നു. മില്ലിയോട് നന്ദി പറയും പോലെ ചന്ദ്രനും ഒന്ന് വെട്ടിത്തിളങ്ങി. അവൾ തിരികെ മുറിയിൽ വന്ന് കട്ടിലിൽ കിടന്നു. അവൾ വരച്ച പടത്തിലെ ചന്ദ്രൻ അപ്പോൾ ശോഭയാൽ തിളങ്ങുന്നുണ്ടായിരുന്നു.